തിരഞ്ഞെടുപ്പിന്റെ താളം വേഗത്തിൽ മാറുന്നു. പ്രവചനങ്ങളുടെ ലോകത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോൾ വിഷൻ. അപ്പോ കേരളം മുഴുവൻ ആ തിരഞ്ഞെടുപ്പ് ഫലത്തിനു വേണ്ടി കാത്തിരിക്കുകയാണല്ലേ? അതെ, വലിയ ആകാംക്ഷയിലാണ് എല്ലാവരും. ഈ വിശകലനം പറയുന്നത് ഇത് വെറുമൊരു പഞ്ചായത്ത് ഇലക്ഷൻ അല്ല, മറിച്ച് 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ ആണെന്നാണ്. അപ്പൊ ശരിക്കും കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ദിശ തന്നെ മാറാൻ പോവുകയാണോ? നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. തീർച്ചയായും. ഈ സെമി ഫൈനൽ എന്ന വാക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ചരിത്രം നോക്കിയാൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതെ, 2010ലും 2015ലും നമ്മളത് കണ്ടതാണല്ലോ. അതെ, 2010 UDF തദ്ദേശത്തിൽ ജയിച്ചു, 2011 അവർ അധികാരത്തിൽ വന്നു. അതുപോലെ 2015 LDF ജയിച്ചു, 2016 ഭരണം പിടിച്ചു. അപ്പോ ഇപ്പൊ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഭരണവിരുദ്ധ വികാരം? അതെ, സർക്കാരിനെതിരെ ആളുകൾക്ക് ഒരു മടുപ്പ് വന്നിട്ടുണ്ടോ? അതാണോ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഘടകം? അതിനൊരു സൂചനയായിട്ട് ഈ വിശകലനം ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തവണത്തെ ഉയർന്ന പോളിംഗ് ശതമാനമാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ 77% മുകളിലാണ് പോളിംഗ്. സാധാരണഗതിയിൽ പോളിംഗ് കൂടുമ്പോ അത് ഭരണമാറ്റത്തിന്റെ സൂചനയാണെന്നാണ് ഒരു സംസാരമുള്ളത്. ശരിയാണ്. മുതിർന്ന നേതാവ് AK ആന്റണി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇടതുപക്ഷ അനുഭാവികൾക്ക് പോലും ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് വേണമെന്ന് തോന്നുന്നുണ്ടാവാം എന്ന്. അതിൽ തന്നെ സ്ത്രീ വോട്ടർമാരുടെ കണക്കെടുത്ത് പറയണം. ഏകദേശം 75%. എപ്പോഴും ഒരു ധാരണയുണ്ടല്ലോ, ഈ ക്ഷേമ പദ്ധതികളൊക്കെ കാരണം സ്ത്രീ വോട്ടുകൾ ഇടതുമുന്നണിക്ക് ഉറപ്പാണെന്ന്. പക്ഷെ ഈ വിശകലനം ചോദിക്കുന്നത് ആ ധാരണയെ മറികടക്കാൻ മാത്രം ശക്തമായ ഒരു വികാരം ജനങ്ങൾക്കിടയിൽ ഇത്തവണ ഉണ്ടായോ എന്നാണ്. ഇവിടെയാണ് ഈ വിശകലനത്തിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം വരുന്നത്. 2020 LDF ഏതാണ്ട് 514 പഞ്ചായത്തുകൾ നേടിയ ഒരു തരംഗം സൃഷ്ടിച്ചുവെന്ന് നമ്മൾ കരുതുമ്പോഴും അതെ, UDFുമായുള്ള അവരുടെ യഥാർത്ഥ വോട്ട് വ്യത്യാസം വെറും 2.3% മാത്രമായിരുന്നു. അതാണ് പോയിന്റ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 100 പേര് വോട്ട് ചെയ്താൽ അതിൽ വെറും 2 പേരുടെ വ്യത്യാസം. അത്ര ചെറിയൊരു നൂൽപ്പാലത്തിലായിരുന്നു കഴിഞ്ഞ തവണത്തെ ഈ വിജയം. അതെ, വെറും 2.3%. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഇത്തവണ ഒരു ചെറിയ കാറ്റ്, ഒരു നേരിയ കാറ്റ് UDFന് അനുകൂലമായി വീശിയാൽ മതി. അതായത് ഒരു ചെറിയ ശതമാനം വോട്ട് മാറിയാൽ മതി. ഒരു 2.5 അല്ലെങ്കിൽ 3% വോട്ട് അത്രേ മാറിയാൽ ഇടതുമുന്നണിയുടെ കയ്യിൽ നിന്ന് ഒരു 60 മുതൽ 100 വരെ പഞ്ചായത്തുകൾ തെന്നിമാറാം. അത്രയധികം വ്യത്യാസം വരുമോ? വരും. കളി മൊത്തത്തിൽ മാറും. ഈ 2.3% എന്ന മാർജിൻ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഈ പോളിംഗിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഓരോ മേഖല തിരിച്ചു നോക്കുമ്പോൾ, മലബാറിലെയും തെക്കൻ കേരളത്തിലെയും കണക്കുകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? ഉണ്ട്, വലിയ വ്യത്യാസമുണ്ട്. ഇപ്പം മലബാറിലെ കണക്ക് നോക്കൂ. UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ 4ൽ 3-ലധികം വോട്ടർമാരും ബൂത്തിലെത്തി. അതായത് 75%-നും മുകളിൽ. അവിടെ നല്ല ആവേശമായിരുന്നു. അതേസമയം ഇടതുമുന്നണിക്ക് കുറച്ചുകൂടി മുൻതൂക്കമുള്ള തെക്കൻ ജില്ലകളിൽ ആ ഒരു ആവേശം കണ്ടില്ല. അവിടെ ഏകദേശം 70% മാത്രമായിരുന്നു പോളിംഗ്. ഈ 5% വ്യത്യാസം പോലും തിരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കണക്കുകളെല്ലാം വെച്ചു നോക്കുമ്പോൾ നാളത്തെ ഒരു ചിത്രം എന്തായിരിക്കുമെന്നാണ് ഈ വിശകലനം പ്രവചിക്കുന്നത്? ഈ വിശകലനം മുൻപോട്ട് വയ്ക്കുന്ന ഒരു പ്രവചനം ഇങ്ങനെയാണ്: ഒരുപക്ഷേ UDF 420-നും 460-നും ഇടയിൽ പഞ്ചായത്തുകൾ നേടി ഏറ്റവും വലിയ ഒറ്റ മുന്നണിയായി മാറും. ഓക്കേ. അതേസമയം LDFന് നിലവിലെ ആ 514-ൽ നിന്ന് ഒരു 410-450 സീറ്റുകളിലേക്ക് ഒരു തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം. അതെ, ഇഞ്ചോടിഞ്ച്. അതെ, പക്ഷേ ഈ കളത്തിൽ LDFും UDFും മാത്രമല്ലല്ലോ. NDFന്റെ ഒരു 15% വോട്ട് ഷെയർ ഉണ്ട്. അത് ആരുടെ വോട്ടാണ് അവർ പിടിക്കാൻ പോകുന്നത്? അതാണ് പ്രവചിക്കാൻ ഏറ്റവും പ്രയാസമുള്ള കാര്യം. അതോടൊപ്പം നമ്മൾ 2020 പോലുള്ള പുതിയ ശക്തികളെയും മറക്കാൻ പാടില്ല. ശരിയാണ്. ഇവർ രണ്ടുപേരും ചേർന്ന് പല പഞ്ചായത്തുകളിലും ഒരു ഹാങ് അവസ്ഥയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ. അതെ, ഒരു പഞ്ചായത്തിൽ LDFനോ UDFനോ ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റാതെ വരും. അപ്പോൾ 2020 പോലുള്ള ഒരു പാർട്ടിക്ക് 2-3 സീറ്റുണ്ടെങ്കിൽ അവർ തീരുമാനിക്കും ആര് ഭരിക്കണമെന്ന്. അവിടെയാണ് അവരെ കിങ് മേക്കർ ആകുന്നത്. തീർച്ചയായും ഇത് മുന്നണികളുടെ ആ വിലപേശൽ ശേഷിയെ കാര്യമായിട്ട് ബാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നാളത്തെ ഫലം വരുമ്പോൾ കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ
ഒരു രാഷ്ട്രീയ മാറ്റത്തിന് സാധ്യതയുണ്ടെന്നാണ് ഈ വിശകലനം ശക്തമായിട്ട് സൂചിപ്പിക്കുന്നത്. അതെ, അത് 2026 ഒരു ചൂണ്ടുപലകയാകാം. പക്ഷെ നിങ്ങൾ നാളെ ഫലം വരുമ്പോൾ ചിന്തിക്കാൻ വേണ്ടി ഈ വിശകലനത്തിൽ പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. എന്താണത്? കിഴക്കമ്പലം പോലുള്ള സ്ഥലങ്ങളിൽ 2020യെ തോൽപ്പിക്കാൻ കോൺഗ്രസും CPIM-ഉം BJP-യും വരെ ചേർന്ന് ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി. അതെ, അതൊരു വിചിത്രമായ ഒരു സഖ്യമായിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ഈ പുതിയ രാഷ്ട്രീയ ശക്തികളെ ഒഴിവാക്കാൻ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം മാറ്റിവെച്ച് ഇത്തരം താൽക്കാലിക സഖ്യങ്ങൾ പ്രാദേശിക തലത്തിൽ ഇനിയും ഉണ്ടാകുമോ? അങ്ങനെയെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഈ പ്രത്യയശാസ്ത്രങ്ങൾക്ക് എന്ത് ഭാവിയാണുള്ളത്?